പ്ലാസ്റ്റിക് നോട്ടുകൾ പുറത്തിറക്കാനൊരുങ്ങി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഇന്ത്യയിൽ പ്ലാസ്റ്റിക് കറൻസി അഥവാ പോളിമർ നോട്ടുകൾ അവതരിപ്പിക്കാനുള്ള സാധ്യത വീണ്ടും സജീവ ചർച്ചയാവുകയാണ്. ഏകദേശം 10 വർഷങ്ങൾക്ക് മുൻപ് സാങ്കേതിക കാരണങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ട ഈ പദ്ധതി വീണ്ടും പരിഗണിക്കാനാണ് റിസർവ് ബാങ്ക് നീക്കം ആരംഭിച്ചിരിക്കുന്നത്. നോട്ടുകളുടെ ഈടുനിൽപ്പ് വർദ്ധിപ്പിക്കാനും അച്ചടി ചെലവ് കുറയ്ക്കാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പോളിമർ നോട്ടുകളെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ശക്തമാകുന്നത്. ഡിജിറ്റൽ ഇടപാടുകൾ വ്യാപകമായിട്ടും രാജ്യത്ത് കറൻസി ഉപയോഗം കുറയാതെ തുടരുന്നതും ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. 5ഉം 20ഉം രൂപ നാണയങ്ങളുടെ വിതരണം വർദ്ധിപ്പിച്ചിട്ടും നോട്ടുകളോടുള്ള താൽപര്യം ജനങ്ങൾക്കിടയിൽ കുറഞ്ഞിട്ടില്ല എന്നും റിസർവ് ബാങ്ക് വ്യക്തമാക്കുന്നു. റിസർവ് ബാങ്കിന്റെ കണക്കുകൾ പ്രകാരം ഇക്കഴിഞ്ഞ മെയ് 15ഓടെ രാജ്യത്ത് വിനിമയത്തിലുള്ള കറൻസികളുടെ മൊത്തം മൂല്യം 42.86 ലക്ഷം കോടി രൂപയായി ഉയർന്നിരിക്കുകയാണ്. ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് 11.5% കൂടുതലാണ്. ഇതിന്റെ ഫലമായി കൂടുതൽ ബാങ്ക് നോട്ടുകൾ അച്ചടിക്കേണ്ട സാഹചര്യം രൂപപ്പെട്ടു. 2024-2025 സാമ്പത്തിക വർഷത്തിൽ മാത്രം നോട്ടുകൾ അച്ചടിക്കാൻ ചെലവായത് 6372 കോടി രൂപയ്ക്ക് മുകളിൽ തുകയാണ്. മുൻ വർഷത്തേക്കാൾ ഏകദേശം 25% വർധനവാണ് നോട്ടുകൾ അച്ചടിക്കുന്നതിനായി വന്നിരിക്കുന്നത്. നോട്ടുകളുടെ ആവശ്യകത കൂടുന്നതാണ് ഇത്തരത്തിൽ ചെലവ് വർദ്ധിക്കുന്നതിന് പ്രധാന കാരണം. കേടാകുന്ന നോട്ടുകളുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം 2380 കോടി കേടായ നോട്ടുകളാണ് നശിപ്പിച്ചത്. ഇതിൽ ഏറ്റവും കൂടുതൽ കേടുവന്നത് 500 രൂപ നോട്ടുകൾക്കാണ്. അതിനുശേഷം കൂടുതൽ കേടുവന്നിരിക്കുന്നത് 100 രൂപ നോട്ടുകൾക്കാണ്. ഇതിനുള്ള പരിഹാരമായി പോളിമർ നോട്ടുകൾ സഹായകരമാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സാധാരണ പേപ്പർ നോട്ടുകളെക്കാൾ കൂടുതൽ കാലം ഉപയോഗിക്കാനാകുമെന്നതാണ് ഇവയുടെ പ്രധാന പ്രത്യേകത. കൂടാതെ ജലത്തിന്റെ അംശം നോട്ടിൽ പറ്റുകയോ മറ്റോ ചെയ്താൽ കേടുപാടുകൾ സംഭവിക്കുകയുമില്ല. വ്യാജ നോട്ടുകൾ തടയുന്നതിലും പോളിമർ നോട്ടുകൾ കൂടുതൽ ഫലപ്രദമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇന്ത്യയിൽ പ്ലാസ്റ്റിക് നോട്ടുകൾ എന്ന ആശയം പുതുമയുള്ളതല്ല. 2012 പരീക്ഷണാടിസ്ഥാനത്തിൽ 5 നഗരങ്ങളിൽ 10 രൂപയുടെ പ്ലാസ്റ്റിക് നോട്ടുകൾ പുറത്തിറക്കാൻ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ സാങ്കേതിക വെല്ലുവിളികളും വിതരണ സംബന്ധമായ പ്രശ്നങ്ങളും കാരണം അത് നടപ്പിലായില്ല. പിന്നീട് ഈ പദ്ധതി ഒഴിവാക്കുകയായിരുന്നു. കഴിഞ്ഞ 1 ദശാബ്ദത്തിനിടെ സാങ്കേതിക രംഗത്തുണ്ടായ മാറ്റങ്ങളാണ് ഈ ആശയം വീണ്ടും സജീവമാകാൻ കാരണമായത്. നിലവിലെ ATM സംവിധാനങ്ങൾ പോളിമർ നോട്ടുകൾ കൈകാര്യം ചെയ്യാൻ പര്യാപ്തമാണെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ലോകത്തിലെ 60ലധികം രാജ്യങ്ങൾ ഇതിനകം പോളിമർ കറൻസിയിലേക്ക് മാറിയിട്ടുണ്ട്. 1988 ഓസ്ട്രേലിയയിലാണ് ആദ്യമായി പ്ലാസ്റ്റിക് നോട്ടുകൾ പുറത്തിറങ്ങിയത്. പിന്നീട് കാനഡ, സിംഗപ്പൂർ, മലേഷ്യ, തായ്ലൻഡ്, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളും ഈ മാതൃക പിന്തുടർന്നു. ദീർഘകാല ഉപയോഗവും കുറഞ്ഞ പരിപാലന ചെലവും കാരണം പോളിമർ നോട്ടുകൾ സാമ്പത്തികമായി കൂടുതൽ പ്രയോജനകരമാണെന്നാണ് വിവിധ രാജ്യങ്ങളുടെ അനുഭവം വ്യക്തമാക്കുന്നത്. ഡിജിറ്റൽ ഇന്ത്യയുടെ കാലത്തും നോട്ടുകളോടുള്ള ജനങ്ങളുടെ ആശ്രയം കുറഞ്ഞിട്ടില്ല എന്നത് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിലും ചെറുകിട ഇടപാടുകളിലും കറൻസി വിനിമയം ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. പ്ലാസ്റ്റിക് കറൻസിയിലേക്കുള്ള ഇന്ത്യയുടെ നീക്കം ഉടൻ ഫലവത്താകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.